അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് 513, രണ്ടാമത് വന്നത് 738, ഇപ്രാവശ്യം വന്നിരിക്കുന്ന 62% കൂടിയിരിക്കുകയാണ് ആദ്യത്തിനെക്കാട്ടിലും. 835 വന്നിരിക്കുന്നത്. വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ടൗണിലോട്ട് പോകാൻ പോവുകയാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബൈക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലേ, കാരണം ഒരാഴ്ച എങ്ങനെയായിരുന്നു തോന്നുന്നത്. എത്ര ആഴ്ചയായി, എന്തായാലും അതിൻ്റെ ബാറ്ററി ഒക്കെ റെഡിയായി. അപ്പോൾ അത് പോയി മേടിക്കണം. കുറച്ചേറെ ദൂരമുണ്ട്, 10 കിലോമീറ്റർ പോകണം. പോയി മേടിച്ചിട്ട് ആദ്യം ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം അല്ലേ. പിന്നെ ഈ കൊല്ലത്തിൽ എന്തോ അമ്മ തേങ്ങ ഒതുക്കുവാണ്. പൊതിച്ചു കഴിഞ്ഞ ഫാസ്റ്റ് ആണല്ലേ. എന്ത് മാറ ഞാൻ ചെയ്യാം. മാറ് വലിയ കാര്യമല്ല. ഇതൊക്കെ ഒരു കേസ് ചെയ്യുന്നോണ്ടല്ലേ എപ്പോഴേ തീർന്ന്. വാഷിംഗ് മെഷീൻ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നല്ലോ. ഞാൻ മറ്റേ വെള്ളത്തിന്റെ ഇഷ്യൂ ആണ്, അത് നേരെ ആക്കിയതായിരുന്നല്ലേ. ഞാൻ എപ്പോ നോക്കിയാൽ ഇവിടുത്തെ കൂടുതൽ വെള്ളം കാരണം ഇത് ബ്ലോക്ക് ആവും. ഒന്ന് ഊരി നോക്കാം. ഈ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ? വരുന്നുണ്ട്. എന്താ കണ്ട വാഷിംഗ് മെഷീൻ റെഡിയാക്കോടെ ഞാൻ. ഇവര് ഒടുക്കത്തെ ബുദ്ധിമുട്ടാണല്ലേ. ഇപ്പൊ വർക്കാവുന്നതൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് മാറും നോക്കട്ടെ. ഇതിനകത്തൊരു ടഫ് ക്ലീൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാ മാസം ചെയ്യേണ്ടതല്ല, അത് ചെയ്തിട്ടില്ല, അത് ചെയ്യണം. എന്താണ് നിനക്ക് ഞാൻ മീൻ മേടിച്ചോണ്ട് വരാം. ആൾക്കാർക്ക് കംപ്ലൈന്റ് ആണ് നിനക്ക് ക്യാറ്റ് ഫുഡ് തരുന്നു. ഇപ്പോഴത്തേക്ക് കഴിച്ച് ഞാൻ മീൻ മേടിച്ചോണ്ട് വരാം. അപ്പോൾ നമുക്കിപ്പോൾ പോകാം ബൈക്ക് മേടിക്കാൻ. എൻ്റെ ക്യാമറമാൻ വരും, അവനെന്തോ ബാങ്കിൽ എന്തോ ആവശ്യമുണ്ടോ, അപ്പോൾ ആ വഴി പോയേക്കാൻ അങ്ങോട്ട്. അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ കയറി പോകണം, ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോകണം, പിന്നെ അവിടെ നിന്ന് പൊക്കൊണ്ട് വരണം. അപ്പോൾ നമുക്ക് പോവാം. എൻ്റെ അടുക്കെ ചോദിക്കരുത്. ഞാൻ എന്തോ ഒരു സംഭവം എടുത്തായിരുന്നു, വണ്ടിയുടെ ഇൻഷുറൻസ് അല്ല, എന്തോ ഒരു സ്കീം എടുത്തായിരുന്നു. അത് കാരണം എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. ആ സ്കീമിൻ്റെ പേപ്പർ ഞാൻ ആ വണ്ടി കൊടുക്കുന്ന സമയത്ത് അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്ത്. പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് ആ പേപ്പർ അവിടെ നിന്ന് കാണുന്ന പോലില്ല. അത് കിടന്ന് 1/2 മണിക്കൂറായിട്ട് തപ്പുമായിരുന്നു. ആ ക്യാമറമാനും വരുന്നുണ്ട്, തപ്പിയിട്ട് കിട്ടുന്നുമില്ല. എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ആ ക്യാമറ വിളിക്കുന്നു. ക്യാമറ വന്നിരിക്കുകയാണ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ ആ പേപ്പർ എനിക്ക് കിട്ടിയില്ല. അതിന് ഇക്സ്ട്രാ പൈസ അവിടെ കൊടുക്കേണ്ടതെന്നോ കൊടുക്കുക. എനിക്കിനി തലവേദന എടുക്കാൻ വരാനും പറഞ്ഞു. ഞാൻ കുറേ നേരം 1/2 മണിക്കൂറും തപ്പി കിട്ടിയില്ല. കാർ ചെറുതാണല്ലോ. മിറർ അഡ്ജസ്റ്റ് ചെയ്യണം, ഓട്ടോമാറ്റിക് ആണല്ലോ. ഒന്ന് നെക്കിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യണം. മതിയാ അഡ്ജസ്റ്റ്. ഇനിയും കുറച്ചൊരു വേണമെന്ന് മതിയാ. കറക്റ്റാണ്. ഇനി AC ഒക്കെ എങ്ങനെയാ? AC ഒന്നും വർക്കാവില്ല. AC വർക്കാവില്ല അല്ലേ? അപ്പോൾ താത്തേക്ക് ആ സ്പീഡോമീറ്റർ നീ പേപ്പർ ഒട്ടി വെച്ചിരിക്കുകയാണോ? അങ്ങനെയാണോ? മറ്റേ ലൂണി ട്യൂൺസിനകത്തൊക്കെ അവരിങ്ങനെ വരച്ച് തിരികെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ SBI ബാങ്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവന്റെ ജോലിക്കാണ് ഫയലൊക്കെ ആയിട്ട് പോകുന്നത്. SBIയുടെ സെയിം കളർ. ലോൺ എടുക്കാനാണെന്ന് തോന്നുന്നു. ലോൺ അടയ്ക്കാനാണോ? നമ്മൾ തിരിച്ചു വന്നു. അവനെന്തോ ഫോമൊക്കെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഞാൻ സിഗ്നൽ ഇട്ടിട്ട് ഈ കാർ റിസ്ക് എനിക്ക്. ഇവന്റെ ജോലി കഴിയുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ സർവീസ് സെൻറ്റർ അടയ്ക്കുമെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇവൻ്റെ കാര്യം തീരട്ടെ. നല്ല ചൂടായി വണ്ടിക്ക്. ഞാൻ പറയാം, നീ എഴുത്. റിക്വസ്റ്റ് ഫോർ മന്ത്ലി EMI ഡിഡക്ഷൻ ഫോർ എഡ്യൂക്കേഷൻ. ഞാൻ അവസാനം ലെറ്ററൊക്കെ എഴുതി കഴിഞ്ഞ് ഞാൻ വല്ലായിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ പോവാം. ഇതിപ്പോൾ ഇവൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ കൊണ്ട് ബാക്കി നമുക്ക് പെട്ടെന്ന് എൻ്റെ ബൈക്ക് എടുത്തിട്ട് സർവീസ് സെൻറ്റർ കിട്ടി. ഞാൻ എൻ്റെ വണ്ടി എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കട്ടെ. എൻ്റെ വണ്ടി പുറത്തൊന്നും കാണുന്നില്ല, മോസ്റ്റ്ലി പൊക്കത്തായിരിക്കും. എൻ്റെ വണ്ടി ഇത് അവിടെ ഇരിക്കുന്നില്ല കോറിഡോറിൽ. അവർ എനിക്ക് എൻ്റെ കയ്യിൽ മറ്റേ ആ മെയിൻ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിന് വരെ എൻ്റെ കയ്യിൽ വേറെ ഫോട്ടോ ഉള്ളതാണ്. എന്നാലും എനിക്ക് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ബാറ്ററി ഇതെല്ലാം കൂടി 3200 രൂപയായി. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് താഴത്ത്. സീറ്റ് ഡിസൈൻ ഇപ്പോഴും അതേപോലെ പുത്തനായിട്ടിരിപ്പുണ്ട്. ഫുള്ളും നനഞ്ഞു പോപ്പ്. മഴ പെയ്ത് ഞാൻ പോയപ്പോൾ. ഞാനിപ്പോൾ ഇവിടെ റൂഫ് ടോപ്പ് കഫേലും കണ്ട് വന്നിരിക്കുക. ഷൂവും ചീത്തയാവാണല്ലോ. ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. പറയേണ്ട ആവശ്യമില്ല, പക്ഷേ എൻ്റെ വയറുവേദന എടുക്കുന്ന ചിക്കൻ ആയതുകൊണ്ട്. എന്തായാലും ജിമ്മിൽ പോകാൻ ശ്രമിക്കും ഞാൻ. ഈ ചിക്കൻ കഴിച്ച് വയറുവേദന എടുത്തിട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മീൻ കൊണ്ടുവരുന്നുണ്ട്. കണ്ടനവിടെ എല്ലാ കംപ്ലൈൻറ്റിൽ നിന്ന് തീർത്തേക്കണം. കണ്ടനോടാ കണ്ടം വന്നു. വെയിറ്റ് ഒരെണ്ണമായിട്ട് തരാം. അമ്മീൻ തിന്നുമല്ലേ? എന്നാ കഴിച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരാം ബാക്കി. എനിക്ക് വേണ്ടിയാണ് നോക്കുന്നത്. ഹായ്. ജിമ്മിൽ പോവായിരുന്നു. ഓൾറെഡി അതിൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് എന്തുവാണ് ജിമ്മിൽ പോയപ്പോൾ 1/2 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യാനാണ്? അതിന് ഞാൻ പോകുന്നുണ്ടോ കേട്ടോ, വലിയ കാര്യം. പിന്നെ ഇന്നലെ ഞാൻ മറ്റേ ടെസ്ട്രോസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അത് 513 ആയിരുന്നു ഏറ്റവും ആദ്യം, പിന്നെ 738 പിന്നെയും കുറഞ്ഞെന്ന്. സത്യം പറഞ്ഞാൽ അവരെൻ്റെ പഴയ 2 മാസത്തെ പഴയ റിപ്പോർട്ട് തന്നെ അയച്ചു തന്നത്. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഡേറ്റ് വരെയതായിരുന്നു എന്നറിയാം. അപ്പോൾ എൻ്റെ ടെസ്ട്രോസിനുള്ള എത്രയാണെന്ന് ഞാൻ വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ജിമ്മ് കഴിയട്ടെ.
വീട്ടിലെല്ലാം പോകുന്ന നടക്കില്ല, ഒടുക്കത്തെ മഴ പെയ്യുന്നു കേട്ടോ. മഴ നിൽക്കുന്ന പോലും ഈ മഴ നിൽക്കുമെന്ന് തോന്നുന്നില്ല, ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവുക. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ട് കാണും, ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ കൈ ചാടിയിരിക്കുകയാണ്, കയ്യിൽ നിന്നുകൊണ്ട് ചാടിയിരിക്കുകയാണ്. ഇതിലും അവർക്കെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. ചേച്ചി നിങ്ങളുടെ പറഞ്ഞായിരുന്നു എൻ്റെ ടെസ്റ്റോസ്റ്ററിൻ്റെ പുതിയ റിസൾട്ട് വന്നെന്ന്. ഇന്നലത്തെ വന്നതെന്ന് വെച്ചാൽ അത് 2 മാസം പഴയത് തന്നെ വന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് 513, രണ്ടാമത് വന്നത് 738. ഇപ്രാവശ്യം വന്നിരിക്കുന്ന 62% കൂടിയിരിക്കുകയാണ് ആദ്യത്തിനെക്കാട്ടിലും. 835 വന്നിരിക്കുന്നത്. മോനെ എനിക്ക് വയ്യ, ദൈവം. അത് 835. ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 182,100. ഇത് ഞാൻ എങ്ങനെയാണ് കൂട്ടുന്നത് എനിക്കൊരു അറിയത്തില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് 1100 ക്രോസ് ചെയ്യണം. എനിക്ക് അറിയത്തില്ല എങ്ങനെ ക്രോസ് ചെയ്യുമെന്ന്, പക്ഷെ ക്രോസ് ചെയ്യണം. ഇനി ഒരു 400 കൂടി, 400 വേണ്ട, 300 മതി എന്ന് തോന്നുന്നു. ഏകദേശം ഒരു 300 മതി. എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ പറ്റും. ചിലപ്പോൾ പറ്റുമായിരിക്കും, അറിയില്ല, എന്നാലും പറ്റും. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടെ കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോകുന്നതിൻ്റെ ഒരു പ്രാർത്ഥന എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മണിക്കൊരു ക്ലാസ് ഉണ്ട്, പാതിരാത്രി ക്ലാസ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല എന്നുവെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഹോബി അറിയണമെന്ന് വെച്ചാൽ എൻ്റെ പല ഹോബീസ് ഉണ്ടായിരുന്നു. ഒരു ഹോബിയാണ് ഞാൻ ലിംഗ്വിസ്റ്റിക്. എന്ന് വെച്ചാൽ എനിക്ക് ഭാഷകൾ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഏത് ഭാഷ പഠിച്ചാലും അതിൻ്റെ പ്രോപ്പർ നേറ്റീവ് ടോണും ആക്സെൻറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് വലിയ സുഖമില്ല. അപ്പോൾ ഹിന്ദി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വേറെ പത്തായി മീരാ ഹിന്ദിക്ക് സാച്ചാ ടെൻഷൻ മതലോ. അതാണ് എൻ്റെ ഇംഗ്ലീഷും കുഴപ്പമില്ല. സോ വാട്ട്സ് എ പ്രോബ്ലം വിത്ത് ഇംഗ്ലീഷ് ഇസ് ലൈക്ക് ഐ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ആക്സെൻറ്റ്. So I want it to be like an American accent. That's the reason I'm gonna start my class from today at midnight. Let's go. എനിക്ക് ഒരു അമേരിക്കൻ ആക്സെന്റ് വേണം. അതുകൊണ്ട് ഞാൻ ഇന്ന് പാതിരാത്രി തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു അമേരിക്കക്കാരനാണ് വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പറയാം. ഇതിപ്പോൾ ക്ലാസ് കഴിഞ്ഞു കേട്ടോ, കൊള്ളായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി നല്ല ഹൈ ലെവലിലായതുകൊണ്ട് ഇത് കുറച്ച് ഇന്നത്തെ വീഡിയോ ഇന്ന് കുഴപ്പമില്ല, നല്ലായിരുന്നു. എനിക്കിനി കുറച്ചുകൂടി എനിക്ക് വേണ്ടി പ്രോപ്പറായി കൊണ്ടുവരും. എൻ്റെ ആക്സെന്റ് കുഴപ്പമില്ലേ, കൊള്ളാം. എനിക്ക് സംസാരിക്കാനൊന്നും വലിയ കുഴപ്പമില്ലെന്ന് അവൻ തന്നെ പറഞ്ഞു. എന്താണെന്ന് വേറെ ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പിന്നെ ലാപ്ടോപ്പ് കൊണ്ടുവരേണ്ടി വന്നു, അതിനൊന്നും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കണക്ട് ആവുന്നില്ലായിരുന്നു. എന്തെങ്കിലും ആട്ടെ. സത്യം പറയുവാണെങ്കിൽ വില കൂടുതലാണ് കേട്ടോ. ഓരോ ലെസനും കുറച്ച് പക്ഷേ പൈസ കൊടുക്കേണ്ടി വരികയാണ്. എനിക്കിത് വേണം, എനിക്ക് ഒരു ആഗ്രഹം ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആക്സെന്റ് റെഡിയാക്കിയിട്ടേ ഉള്ളൂ. ഇത് വെച്ച് ഫുള്ളായില്ലേലും ഒരു പരിധി വരെയൊക്കെ ആവുമല്ലോ, നമുക്ക് ശ്രമിക്കാം. I hope you guys have a wonderful day and a wonderful life, and I'll see you guys next time. Till then, take care. Peace.